രമേശ് ഏട്ടാ, ഹലോ, ഹായ്, നമസ്കാരം, വെൽക്കം ടു മൈ ജി ഫ്യൂച്ചർ ഫൺ ബേബി ഫൺ. പ്രചോദേട്ടാ, നമസ്കാരം. ഇതൊന്നൊരു എനർജി ഇല്ലാത്ത ഞാനേ ഫുൾ എനർജിയാ. പറ. ഇന്ന് നിങ്ങളെ എനിക്ക് നിങ്ങളുടെ ബുദ്ധിയൊക്കെ ടെസ്റ്റ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടേ. അയ്യോ, അപ്പൊ നിങ്ങളുടെ ബുദ്ധിപൂർവ്വം നാട്ടുകാർ മനസ്സിലാക്കും ക്വസ്റ്റ്യൻ കേട്ട് കഴിഞ്ഞാല്. കുസൃതി ചോദ്യാണ്. സൂപ്പറാണ്, പിന്നെ നല്ലതാണ്. ഉത്തരം പറയുന്നവർക്ക് സമ്മാനമുണ്ട്. ഈശ്വര, അൺമാരീഡ്, അത് മതി. അൺമാരീഡായ യുവതികൾ മാതാപിതാക്കളോട് പറയുന്ന ഇംഗ്ലീഷ് അക്ഷരം. അൺമാരീഡായ യുവതികൾ മാതാപിതാക്കളോട് പറയുന്ന ഇംഗ്ലീഷ് അക്ഷരം. ഒരക്ഷരമല്ല. എന്റെ ചോദ്യം എന്നെ കേട്ടിക്കൂ അല്ലേ? ഇത് ഞാൻ 1983 ഈ ചോദ്യം ഇറങ്ങുമ്പോ പുത്തനായിരുന്നു. ഇതാണോ അമൃത ഒരു മാസമായിട്ട് പഠിച്ചു? ഒരു മാസമായിട്ട് 83 ഇത് ഫ്രഷ് ആയിരുന്നു. അന്നൊക്കെ ഒരുപാട് കുട്ടികൾ എന്നെ കെട്ടിക്കൂ ചോദിച്ചിട്ടുണ്ട്. ഇത് എവിടുന്ന് കിട്ടുന്നത് ഇങ്ങനത്തെ ചോദ്യങ്ങൾ? അമ്മയോട് പറഞ്ഞ എന്നെ കെട്ടിക്കുന്നു പറഞ്ഞ പോലെ എന്തിനാണ് ഇത് ചോദ്യ രൂപത്തിൽ ഇവിടെ ഇറക്കിയത്? 10 രൂപയ്ക്ക് ട്രെയിനിൽ വിറ്റോണ്ടിരുന്ന ഒരാള് മരിച്ചിട്ട് 25 കൊല്ലായി. ഇപ്പോഴും ഇതും ചോദിച്ചോണ്ടിരിക്കുകയാണ്, എന്നെ കെട്ടിക്കൂ. ഇനിയുണ്ട്. ശരി, ഒരെണ്ണം കൂടെ. എഴുതിയാൽ, ഇത് നിങ്ങൾക്ക് അറിയാം, ചോദിച്ചോ? എഴുതിയാൽ ശരിയാവാത്ത വാക്ക്. എഴുതിയാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളത് ഈ രമേശ് ചേട്ടൻ. അതുകൊണ്ട് രമേശ് എന്റെ 3 വയസ്സുള്ള കൊച്ചൊക്കെ പറഞ്ഞു നടക്കുന്ന കാര്യമാണ്. ഇതിന് ബുദ്ധി വേണ്ട. എഴുതിയ ശരിയാ, തെറ്റെന്ന് എഴുതിയ ശരിയാവില്ല. പ്രചോദനം പറഞ്ഞില്ലല്ലോ. അല്ല, ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടാറില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കുന്നു. പ്രചോദനേട്ടൻ ഇവിടെ ഗസ്റ്റ് ആയിട്ടൊക്കെ വന്നിരുന്നിട്ട് ഇതാണ് ഈ പരിപാടിയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ പുള്ളി വരികയല്ലോ ഇങ്ങനെ. അങ്ങനെ പറയില്ല. അല്ല, ശരി, പ്രചോദനത്തിന്റെ അടുത്ത് ഞാൻ ക്വസ്റ്റ്യൻ സെപ്പറേറ്റ് ചോദിക്കാം. ഇപ്പം സിനിമ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മിമിക്രി ഷോ, ഏതെങ്കിലും കാരണത്താൽ ഹലോ, പെയിന്റ് പണിക്കൊക്കെ പോണുണ്ട്. സിനിമ അല്ല, നേരെ മിമിക്രി ഷോ. ശരി, ഇതിൽ ഏതെങ്കിലും കാരണത്താൽ പോകാൻ പറ്റിയില്ല, പിന്നീട് അത് ഓർത്ത് റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട്, അയ്യോ എനിക്ക് മിസ് ചെയ്തല്ലോ, എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്തിട്ട്? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട്. സിനിമ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടോ അങ്ങനെ? ഇപ്പൊ ചേട്ടന് ചെയ്യാതെ പോയി വേറൊരാൾ ചെയ്തിട്ട് അത് കണ്ടിട്ട് ഇങ്ങനെ, അയ്യോ ഞാൻ ചെയ്താൽ കുറച്ചും കൂടെ നന്നായിരുന്നേനെ എന്ന് തോന്നിയിട്ടുണ്ട്? കുറച്ച് പടങ്ങളുണ്ട്. രമേശ് ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും ഷോ വല്ല മിസ് ആയിട്ടുണ്ടോ? KGF ഒക്കെ പോയതല്ലേ? അങ്ങനെ പിന്നെ KGF എത്ര പടങ്ങൾ അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ലോക പ്രചോദനെ വെച്ച് ചെയ്ത ലോക തോൽവി. പിന്നെ അത് പക്ഷേ ഇതിങ്ങനെ ചെയ്യേണ്ട ലോക വിജയമായി അല്ലേ? എന്റെ പൊന്ന് ബേബിച്ച, നിങ്ങളിത് എവിടെയായിരുന്നു? ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു, ഫോൺ വിളിച്ചിട്ട് എടുത്തില്ലല്ലോ. ഞാൻ നിനക്ക് സർപ്രൈസ് ആയിട്ടാണ് നിൽക്കണത്. ചാന്ദിനി ഇവിടെ സർപ്രൈസ്. എല്ലാരും സർപ്രൈസ് ദൈവമേ, അമൃതേ, എന്തോ ഞാൻ വളരെ സസ്പെൻസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാ വന്നേക്കണത്. ബേബി സാറേ, ഇത് ഭയങ്കര ഞങ്ങളെല്ലാരും എന്താണ് സർപ്രൈസ്? ഞാനൊരു വാഹനം വാങ്ങിച്ചു. കുറെ നാളായി ഞാൻ ഇവന്റെ അടുത്ത് പറയണ എനിക്കൊരു ഇലക്ട്രിക് സ്കൂട്ടർ വേണമെന്ന്. അത് മേടിക്കാം. പിന്നെ ഇലക്ട്രിക് സ്കൂട്ടർ അതല്ല, എനിക്കറിയാം ഏതാന്ന്. ഇലക്ട്രിക് സ്കൂട്ടർ അല്ല, ലേറ്റസ്റ്റ് മോഡൽ കാറ് അല്ല, അതുമല്ല. ഇത് മേളി കൂടി പോണ വാഹനം. എനിക്ക് മനസ്സിലായി വാങ്ങിച്ചത്. എന്റെ പൊന്നു രമേശ് ചേട്ടാ, എന്താന്നറിയോ? മെട്രോ ട്രെയിന്. മെട്രോ ഒന്നല്ല, പിന്നെ മേളി കൂടെ പോണ സാധനം പാണ്ടി ലോറി. നമ്മുടെ നെഞ്ചത്തെ കൂടെ കയറി പോണായാലും. അതല്ല, പിന്നെ ഹെലികോപ്റ്റർ. എന്തായി പറയുന്നത്? ഹെലികോപ്റ്ററൊക്കെ അങ്ങനെ മേടിക്കാൻ പറ്റുമോ? പിന്നെ ഹെലികോപ്റ്റർ മേടിക്കാലോ. അല്ല, മേടിക്കാന്നറിയാം. ബേബി സാർ അത് മേടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടോ എന്നുള്ളത് ഞാൻ ചോദിച്ചത്. വെച്ചാല് ഇപ്പൊ നമ്മൾ കാർ ഇഷ്ടം പോലെ വീട്ടിൽ കിടപ്പുണ്ട്. നേരായിരുന്നു കുറെ വില കൂടിയ കാറുകൾ കിടപ്പുണ്ട്. പക്ഷെ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ അമ്മിച്ചി വന്നേക്കണല്ലേ? ഇപ്പൊ അമ്മിച്ചി പെട്ടെന്ന് ഒരു നെഞ്ചോനൊന്ന് ചാകാൻ പോണം, അല്ലെങ്കിൽ അമ്മിച്ചി പുറത്തോട്ട് ഇറക്കുമ്പോ തലയിലൊരു തേങ്ങ വീണു, അല്ലെങ്കിൽ റോഡിൽ കൂടി പോകുമ്പോ ഒരു കാർ ഇടിക്കാൻ പോകും. നീ മേടിച്ചത് ഹെലികോപ്റ്റർ ആണോ അത് ആംബുലൻസ് ആണോ? അതല്ല, ഞാൻ പറഞ്ഞു വന്നത് ഒരു അത്യാവശ്യത്തിന്. ഇപ്പൊ ഇങ്ങനെ ഇരിക്കണല്ലേ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം, പ്രസവവേദന. അപ്പൊ നമ്മൾ ഈ കാർ ഓടിച്ച് ഈ ഗട്ടറിൽ ചാടി അവിടെ നിന്ന് ബ്ലോക്കിൽ ചെന്ന് ബ്ലോക്കിൽ കിടന്ന് പ്രസവിക്കേണ്ടി വരും. അപ്പൊ ബ്ലോക്കിൽ നിന്ന് പേരിടാൻ കൊച്ചിന്? അല്ല, നമുക്കപ്പൊ എന്ത് ചെയ്യണം വെച്ചാൽ ഇവിടെ നിന്ന് ഹെലികോപ്റ്റർ കയറ്റി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എടുക്കുക, പറക്കുക,
ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇറക്കുക, പ്രസവിക്കുക, കൊച്ചിനെ മേടിക്കുക, ഹെലികോപ്റ്റർ തിരിച്ചു വരിക. അമ്മച്ചി ഞാൻ പറന്ന് പ്രസവിക്കും. നീ പറക്കടി. സാറേ മേഡത്തിന് പൊങ്ങിക്കഴിഞ്ഞാൽ ഞാൻ തല ഇറങ്ങൂട്ടാ, അതെന്താ? പറ്റൂല. ആണോ? അയ്യോ അത് കുഴപ്പമില്ല. കൊഴപ്പില്ല, ഞാൻ കൂടെ പോയാ മതി. അത് അല്ല, ഒരു മിനിറ്റ് ബേബിച്ചായ, ഇതിന് മാത്രമുള്ള പൈസ നമുക്കിപ്പോ എവിടെ നിന്ന് വന്ന്? ഞാൻ എന്റെ ബ്ലാക്ക് മണി ഒന്നും ഉപയോഗിച്ചിട്ടില്ല. KSF ഹാർമണി ചിട്ടി. അത് മാത്രമല്ല, ആദ്യത്തെ 100 പേർക്ക് സിംഗപ്പൂരേക്ക് ഒരു ട്രിപ്പ് ഉണ്ട്. എടാ ബേബി, നീ ഇപ്പൊ പറന്ന് നടക്കാൻ പോവാണല്ലോ. നിന്റെ അപ്പനും ഇതുപോലെ തന്നെയാ, ഭയങ്കര പറക്കലുകാരനായിരുന്നു. കല്യാണം കഴിഞ്ഞ 3-ന്റെ അന്ന് ഞാനൊരു ഒറ്റ പറപ്പീര് കൊടുത്തതാ. ഇപ്പൊ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല ആള്. ബേബി സാറേ, ബേബി സാറേ, ഹെലികോപ്റ്റർ വന്നിട്ടുണ്ട്. അതെവിടെ കയറ്റിയിടണം? നീ ഒരു കാര്യം ചെയ്യ്, നീ അത് അടുക്കള പുറത്ത് കൊണ്ടേ കെട്ടിയിട്. ഞാൻ അതിനകത്ത് കയറി ചാള വെട്ടുമ്പോ അപ്പുറത്തുള്ള അന്നാമ്മയും സൂസമ്മയൊക്കെ ഒന്ന് കാണട്ടെ. കെട്ടിയിടാനല്ല, അതെവിടെ കെട്ടിയിടുമെന്നാ ചോദിച്ചത്. കാർ ഷെട്ടി കെട്ടിയിടാ. അയ്യോ, കാർ ഷെട്ടി കെട്ടിയിടാൻ പറ്റില്ല. നമ്മുടെ ഫ്ലോറിൽ കൊണ്ടുവരാൻ പറ്റുമോ? അതൊന്നും പറ്റില്ല, അത് എച്ചിലേ ഇടാൻ പറ്റുള്ളൂ. അയ്യോ അതെന്ത് പറച്ചിലാണത്? ഇത്രയും വില കൂടിയ വണ്ടി മേടിച്ചിട്ട് എച്ചിലിടാനോ? ഒന്ന് പറഞ്ഞു കൊടുത്താ സാറേ. എച്ചിലല്ലേ എച്ച്, ഇങ്ങനെ എച്ച്. ഓ എച്ച് എന്ന് എഴുതിയിരിക്കണം. ഹെലിപ്പാഡ്, ഹെലിപ്പാഡ്. ഹെലിപ്പാഡ്. ഓ മറ്റേ കാറ് പീലിടണം. അതെ, അതെ, അതെ. എന്റെ സാറേ, അടുത്ത ഞായറാഴ്ച എന്റെ ഭാര്യയുടെ കുഞ്ഞമ്മയുടെ മോക്കടെ കല്യാണമാണ്. ഞാനൊന്ന് ഹെലികോപ്റ്റർ എടുക്കും. നീ അങ്ങനെ കൊണ്ടുപോകണ്ട. നീ അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അതിന്റെ വാടകയെന്നും കൂടി നീ 1000 രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്ന സമയത്തുണ്ടല്ലോ, 1000 രൂപയ്ക്ക് തികച്ചടിക്കൂല അവൻ. അതെ, എനിക്കൊരു സംശയം. ഇവിടെ ഇപ്പൊ ആര് ഈ ഹെലികോപ്റ്റർ ഓടിക്കുന്നേ? അല്ലേ, അതിനൊരു പൈലറ്റ് ഒന്നും വേണ്ടേ? ഉണ്ട്, പൈലറ്റ് ഒന്ന് പുറത്ത് വെയിറ്റ് ചെയ്യല്ലേ. അദ്ദേഹത്തെ നമുക്ക് സ്വീകരിക്കണം ഇങ്ങോട്ട്. വേണം, 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 വേണം. ഞാൻ വിളിക്കട്ടെ. നമ്മള് ഹെലികോപ്റ്റർ ആദ്യമായിട്ട് ഓടിക്കാൻ വേണ്ടിയാണ്. മാലയൊക്കെ ഇട്ട് സ്വീകരിക്കാൻ കേട്ടാ. സാർ, പായസം വെക്കണം പൈലറ്റ് സാർ. പായസം നീ ഉണ്ടാക്കണ പായസമാണെങ്കിൽ വേണ്ട. അല്ല, ഇത് പൈലറ്റ് എന്ന് പറഞ്ഞിട്ട് വെള്ളയാണല്ലോ വന്നേക്കണേ. പൈലറ്റ് അല്ല അമ്മച്ചി, പൈലറ്റ്. പൈലറ്റ് ഈ ഹെലികോപ്റ്ററും പ്ലെയിനും ഒക്കെ ഓടിക്കുന്ന ഡ്രൈവർ. ഉപ്പലെന്തെറിക്കണം. നമസ്കാരം. നമസ്കാരം, നമസ്കാരം. ഞാൻ പൈലറ്റ് പരമാനന്ദ ശർമ്മ. മാലയിട്ട് നിന്നോടുക്കേ. പിന്നെ ഇപ്പഴേ പൂസാണല്ലോ. ഇതെന്താണത്? അല്ല, എനിക്ക് ഇയർ ബാലൻസ് പോയി കിടക്കുന്ന ആളാ. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു വല്ലപ്പോഴും ഉണ്ടാവുള്ളൂ, കുഴപ്പമൊന്നുമില്ല. ഇയർ ബാലൻസ് പോയാ പിന്നെ അങ്ങനെ ഹെലികോപ്റ്റർ ഓടിക്കും? അല്ല, എന്റെ ഇയർ ബാലൻസ് പോയി കഴിഞ്ഞാൽ ഹെലികോപ്റ്ററിന് കുഴപ്പമൊന്നും സംഭവിക്കില്ല, എനിക്കല്ല കുഴപ്പം സംഭവിക്കുള്ളൂ. ഹെലികോപ്റ്റർ കറക്റ്റ് ആയിട്ട് തന്നെ അത് പൊക്കോളും, കുഴപ്പമൊന്നുമില്ല. അല്ല, ഇയർ ബാലൻസ് പോയാലോ അവന് കമ്പിമ പിടിച്ച് നിക്കാലോ. ഇപ്പൊ കറക്റ്റായി. മാലയിട്, തൊപ്പിയുടെ മുകളിൽ കൂടി ഇട്ടോ. ഇപ്പൊ ബാലൻസ് ആയി. പോയി പിടിച്ചോ. ഇവൻ ന്യൂനമർദ്ദത്തിൽ പെട്ട. നിങ്ങളൊക്കെ ഒന്ന് ആടാണ്ട് നിൽക്കുന്നേ. നിങ്ങളൊക്കെ ഒന്ന് ആടാണ്ട്. നിങ്ങളാ ആടാതെ നിക്ക്. ഇപ്പൊ കറക്റ്റ്. അതെ, ഏറ്റവും നന്നായിട്ട് ഹെലികോപ്റ്റർ ഓടിച്ചിട്ടുള്ള ഹെലികോപ്റ്റർ ചക്ര അവാർഡ് നേടിയിട്ടുള്ള ആളാണ് ഈ പരമാനന്ദ ശർമ്മ. അതിന് ഹെലികോപ്റ്ററിന് ചക്രമില്ലല്ലോ. അതൊരു അവാർഡ്, ഗവൺമെന്റ് തന്നെ അവാർഡ് അത്. അപ്പൊ ക്യാപ്റ്റൻ, നമുക്ക് ആദ്യത്തെ റൈഡ് പോണ്ടേ? പിന്നെ ഞാനൊന്ന് ഹെലികോപ്റ്റർ ഒന്ന് കഴുകിടട്ടെ. ഓക്കെ, ഓക്കെ. ഞാൻ വന്ന് കണ്ടപ്പോ തന്നെ വന്ന് കാക്കയൊക്കെ ഒന്ന് ഇട്ട് വെച്ചേക്കാം. അതല്ലേ? ഞാൻ കഴുകിട്ട് റെഡി ആവും. മുരളി റെഡി ആയിക്കോ. ഓക്കെ. അപ്പൊ വണ്ടി കഴിയുമ്പോഴേക്കും നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം. മതില് അപ്പൊ ഇവിടെ കണ്ടിന്യൂ ചെയ്തോ. അതെ, വണ്ടി കഴിയിട്ട് ഒരു പെർഫോമർ വിളിക്കാം അല്ലേ? വിളിക്കാം. ആ സമയം കൊണ്ട് ശരി. മൈ ജി ഫ്യൂച്ചർ ഫൺ ബേബി ഫണ്ണിൽ സ്റ്റാൻഡപ്പ് പെർഫോമൻസ് ചെയ്യാനായി എത്തുന്നു ഗംഗ. ഇതൊരു പ്രത്യേക ഒരു അല്ലേ, എന്തൊരു പ്രത്യേകതയില്ലേ? ഹെയർ സ്റ്റൈൽ അടിപൊളി, ഒരു മാമുനി സ്റ്റൈല് നന്നായിരിക്കുന്നു. ഗംഗയുടെ അത്യാവശ്യം പ്രകടനങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ്. എന്താണ് ഗംഗയുടെ ഹോബീസ് ഒക്കെ? എനിക്കങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഹോബീസ് അങ്ങനെ സംഭവമൊന്നുമില്ല. സ്റ്റാൻഡപ്പിലൂടെ ഞാൻ പെട്ടെന്ന് കയറി വന്നതാണല്ലോ. ആക്ച്വലി ഞാൻ ഒരു പുസ്തകപ്പുഴുവായിരുന്നു. പക്ഷെ പെട്ടെന്ന് മീഡിയയിലേക്ക് വന്നപ്പോഴത്തേന് പിന്നെ തിരിച്ചങ്ങോട്ടേക്ക് പോകാനും പറ്റുന്നില്ല. തുടങ്ങല്ലേ? ചേട്ടാ, സത്യത്തിൽ ഞാൻ സ്റ്റാൻഡപ്പ് ഒന്നും പ്രിപ്പയർ ചെയ്തിട്ട് വന്നിട്ടില്ല. നമുക്ക് കുറച്ചു നേരം കൊച്ചു വർത്താനം എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവാം. ഞങ്ങളുടെ അവസ്ഥ, അതായത് ഈ ന്യൂ ജനറേഷൻ, നമ്മുടെ അവസ്ഥ ഒരു കണക്കിന് ഭയങ്കര കഷ്ടമാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു കല്യാണത്തിന് പോയി. കിടിലം സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചിയൊക്കെ ഇരുന്ന് ചിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ചുറ്റുമുള്ള അവിയലിനെ പോലും നമ്മൾ ശ്രദ്ധിക്കത്തില്ല. അമ്മാതിരി സദ്യയായിരുന്നു. അത് കഴിച്ചുകൊണ്ടിരിക്കാൻ നേരം ഏതാണ്ട് ചിപ്സിന് ചക്കര കട്ടിയിൽ അവിഹിതം സംഭവിച്ച കണക്കത്ത് ഒരു മാമ ഉരുണ്ട് വന്നിട്ട് ചോദിക്കുകയാണ്, ഉണക്കക്കൊഞ്ചുണ്ടോ, UK പോകുന്നുണ്ടോന്ന്. ഇപ്പൊ ഞങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന കാര്യം എന്തോന്നറിയാവോ? UK പോകുന്നുണ്ടോന്നാ. UK പോകുന്നുണ്ടോ. ഈ ചോദിക്കുന്ന വേട്ടാവളിമാരുടെ ചോദ്യം കേട്ടാ വിചാരിക്കും UK പോകുന്ന ഫ്ലൈറ്റ് ഓടിക്കുന്ന എന്റെ കൊച്ചനും
അതിനകത്തിരിക്കുന്ന എയർഹോസ് എന്റെ കുഞ്ഞമ്മയും 1 ലിറ്റർ മണ്ണെണ്ണ കൊടുത്താൽ അവിടെ കൊണ്ടുവന്ന് ഇറക്കി തരുമെന്ന് പോവാം. ചേട്ടാ അങ്ങനെ നമ്മള് UK പോകണമെങ്കിൽ എന്താണ്ട് പേപ്പറൊക്കെ വേണ്ടേ? പിന്നെ എന്തോ വേണ്ടേ? പാസ്പോർട്ട് ഒക്കെ വേണം, വിസ പാസ്പോർട്ട് വേണം. വേണം. ആ പിന്നെ വേണം. വിസ വേണം. എന്റെ കയ്യിൽ ആകെ ഉള്ളത് റേഷൻ കാർഡാ. അതിൽ എന്റെ പേര് കഴിഞ്ഞ ആഴ്ചയാണ് ചേർത്തത്. അത് ഞാൻ തന്നെ തുപ്പൽ കൊണ്ട് മായ്ച്ച് ചേർത്തതാ. അമ്മയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന 5 കിലോ പഴുക്കലധികം പോയി കിട്ടി. അപ്പൊ ആ റേഷൻ കാർഡും വെച്ച് ഉമ്മറത്തിരുന്ന് തുഴഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് UK എത്തത്തില്ല. നീ മൈ ഡിയർ മാമന്മാരോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊട്. എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ദിവാകരൻ മാമനാണ് ഏറ്റവും വലിയ ക്രിമികടി UK പോകാൻ വേണ്ടിയിട്ട്. ഒന്ന് UK പോ കൊച്ചേ, UK പോ കൊച്ചേ, UK പോ കൊച്ചേ. എന്നോടുള്ള സ്നേഹം കൊണ്ടോ എന്റെ കുടുംബക്കാരെ രക്ഷപ്പെടുന്ന കാണുന്നതിനുള്ള ഇഷ്ടം കൊണ്ടോ അല്ല അവരിത് പറയുന്നത്. UK കൊണ്ടുവരുന്ന പാർട്ടീസിന് വേണ്ടിയിട്ടാണ്. അങ്ങേര് കണ്ട പട്ടച്ചാരയൊക്കെ കുടിച്ച് തുണി മണിയൊന്നും ഇല്ലാതെ റോഡിൽ കിടക്കാൻ വേണ്ടി ഞാൻ എന്തിനാണ് എന്റെ കിഡ്നി കണ്ട രാജ്യത്ത് കൊണ്ടുവന്ന് ചട്നി ആക്കുന്നത്? പിഷാരടി ചേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ നമ്മുടെ കേരളത്തിൽ കുറച്ച് ടൂറിസ്റ്റ് വന്നിട്ട് വെൽക്കം ടു ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞാൽ അവരെ വെൽക്കം ചെയ്യാൻ പോലും ഇവിടെ 10 പേരില്ല. എല്ലാവരും UK പോയി അല്ലേ? ഗോഡ്സ് ഓൺ കൺട്രി എന്ന് കേൾക്കുന്ന ഉടനെ മോളിൽ നിന്ന് അശരീരി വരും. ദൈവത്തെ പറ്റിയാണോ സംസാരിക്കുന്നത്? ഒരുത്തനും ഇവിടെ ഇല്ല, എല്ലാവരും UK കഴിഞ്ഞ മാസം പെർമനന്റ് റെസിഡൻസി അവിടെ കിട്ടിയെന്നുള്ളത്. ഞാൻ ഒരു കാര്യം പറയട്ടെ. അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു പോയി തീയരിക്കാൻ വിറകെടുക്കാൻ പോയപ്പോഴത്തേന് തൊണ്ടും ചിരട്ടയും ഓലമടലും എല്ലാം കൂടി ഇരുന്ന് ഫ്രഞ്ച് ഭാഷ പഠിക്കുന്നു. എനിക്കൊന്ന് അതുങ്ങളും വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു യോഗ്യത ഇല്ലാത്ത, എന്റെ പകുതി യോഗ്യത പോലും ഇല്ലാത്ത തൊണ്ടെങ്ങാണാ UK പോയാ ഞാൻ പിന്നെ ജീവിച്ചു നിന്നിട്ട് കാര്യമുണ്ടോ കേട്ടോ? പോരാത്തൊരു പാണ്ടി കരിമ്പാറ ഓലമടൽ എന്റെ മോന്തയ്ക്ക് നോക്കി ഫ്രഞ്ച് ഭാഷയിൽ എന്റെ തന്തയ്ക്ക് വിളിച്ചേക്കുന്നു. ഈ തിരിച്ചു വിളിക്കാൻ അറിയാൻ വയ്യാത്തോണ്ടല്ല, രാധിക ടീച്ചറിന്റെ മകൾ എല്ലാം പഠിച്ചു. ഓലമടലിനെ തന്തയ്ക്ക് വിളിക്കാൻ മാത്രം പഠിച്ചില്ല ഇതുവരെ. പഠിച്ചെത്തട്ടെ. നമ്മുടെ സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. റേഷൻ കട വഴി ഒരുപാട് സാധനങ്ങളൊക്കെ കിട്ടുന്നില്ലേ? ഞാൻ ഒരു കാര്യം പറയട്ടെ. BPL കാർഡുകാർക്ക് ഒരു ചെറിയ സൺസ്ക്രീൻ, ഒരു മോയിസ്ചറൈസർ, ചെറിയൊരു ലിപ്സ്റ്റിക്ക് തന്നൂടെ? ചോദിക്കുന്നതാണോ തെറ്റ്? പോട്ടെ, ഓണസമയമാകുമ്പോൾ ഓണക്കിറ്റ് കൊടുക്കത്തില്ലേ? ആ ഓണക്കിറ്റിനകത്ത് 5 കിലോ പച്ചരി എടുത്ത് കളഞ്ഞിട്ട് ഒരു 5 GB ഫ്രീ നെറ്റ് തന്നൂടെ? പോടെ, ഇത്രയും നേരം വായിട്ട് അലച്ച സ്ഥിതിക്ക് ആ ഹോട്ട്സ്പോട്ട് എങ്കിലും ഒന്ന് ഓണാക്കി തന്നൂടെ? കഷ്ടമുണ്ട് ചേട്ടാ. എന്ത് കഷ്ടപ്പാടാണെന്നറിയാവോ? 300 രൂപയ്ക്കാണ് നമ്മൾ ഒരു മാസത്തേക്ക് ചാർജ് ചെയ്യുന്നത്. 2 GB ആണ് ഒരു ദിവസം ഉള്ളത്. 4 റീല്, 2 പൂച്ചയുടെയും 2 പ്രസവ റീലും കാണുമ്പോഴത്തേനും അത് പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഭാഗ്യത്തിന് അച്ഛനും അമ്മയും കൂലിപ്പണിക്കാരായതുകൊണ്ട് ചോര നീരാക്കി മാസം എനിക്ക് ചാർജ് ചെയ്ത് തരുന്നുണ്ട്. പക്ഷെ അവർക്ക് എന്തെങ്കിലും ആപത്ത് പറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 2നും പെൻഷനുള്ള പ്രായവും ആയില്ല. പിന്നെ ആകെയുള്ള ഒരു ആശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മൂമ്മയുടെ വിധവാ പെൻഷനിൽ നിന്ന് കൈയിട്ട് വരുന്നതാ. പക്ഷെ അപ്പൂപ്പനാണെങ്കിൽ 5 കൊല്ലം മുമ്പ് മരിച്ചുപോയി. അന്ന് എനിക്ക് ഇത്ര സങ്കടം വന്നില്ല. പക്ഷെ ഈ 5 കൊല്ലം കൊണ്ട് കിട്ടേണ്ട പൈസ ഇരുന്ന് പെൻഷൻ പൈസ കൂട്ടി എടുത്തപ്പം പുള്ളിക്ക് അന്നേരം ഇത്ര ധൃതി പിടിച്ചു കൊണ്ട് ഒരാവശ്യമില്ലായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞ് പോയാൽ പോരായിരുന്നാ? എൻ്റെ അച്ഛനും അമ്മയും മാത്രമേ എനിക്ക് ആശ്വാസമായിട്ടുള്ളൂ. പക്ഷെ എൻ്റെ അച്ഛൻ ജോലിക്ക് പോകുമ്പോൾ ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴേ അമ്മ വിളിച്ചു ചോദിക്കും, ജോലി സ്ഥലത്ത് തന്നെ ആണോ? വലിഞ്ഞേറി UK പോയോ? കാലിന്റെ താഴെ കേരളം തന്നെ ആണോ? എങ്ങാണോ അവിടെ പോയി നല്ല കിടിലും ഒരു ചേച്ചീനെ കല്യാണം കഴിച്ചാ പറഞ്ഞിട്ട് കാര്യമുണ്ടോ കേട്ടോ? കാര്യം അച്ഛൻ നമ്മുടെ ആണെങ്കിലും കയ്യിലിരിപ്പ് അമ്മയ്ക്ക് നല്ല കൃത്യമായിട്ട് അറിയാം. ഇപ്പൊ നോക്കിക്കോണം, എന്റെ സ്റ്റാൻഡപ്പിന് താഴെ എന്റെ അച്ഛനും അമ്മയ്ക്കും അറിയാത്ത അവരുടെ മക്കളായിരിക്കും കമന്റ് ഇടാൻ വരുന്നത്. എന്റെ ഊഹം ശരിയാണെങ്കിൽ എന്റെ കഴിഞ്ഞ സ്റ്റാൻഡപ്പിന് താഴെ 101 മക്കളാണ് എന്റെ അച്ഛന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ അച്ഛൻ ഒരു ധൃതരാഷ്ട്രവും അമ്മ ഒരു കൊച്ചു ഗാന്ധാരിയും വരുന്നത്. സത്യം എഴുതിയിടുന്നത് എങ്ങനെയാണെന്നറിയാവോ? അച്ഛനെ വിറ്റാണോ നീ ജീവിക്കുന്നേ? ഒരു നികൃഷ്ട ജീവിന്ന് കാണാൻ ഒരു ലുക്ക് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ മാനിയായിട്ട് ഇങ്ങനെ വിളിച്ചു പറയുന്നത് നമുക്ക് ദേഷ്യം വരത്തില്ലേ? എന്റെ പൊന്നു ചേച്ചി, ചില കമന്റ് ബോക്സിൽ നിന്ന് വരുന്ന കമന്റ് കേൾക്കണം. കൊച്ചു പിള്ളേരാണോ വലിയവരാണോ അമ്മയുടെ പ്രായമാണോ ഒന്നും നോക്കത്തില്ല. ഇതും കൂടെ കമന്റ് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ രോമൊക്കെ ഇങ്ങനെ കോൾമേർ കൊണ്ട് ഇറങ്ങി നേരെ തൊട്ടടുത്ത ബീവറേജിൽ പോയി ഒരു 90 വാങ്ങിച്ച് ബോധവും പൊക്കണില്ലാതെ സൈഡിൽ കിടന്ന് ഉറങ്ങും. അമ്മാതിരി കമന്റുകളാണ്. ഇനി ഈ കമന്റ് ഇടുന്ന ആരാന്ന് അറിയാൻ വേണ്ടി നമ്മൾ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രൊഫൈൽ ഫോട്ടോ കാണത്തില്ല, പേര് കാണത്തില്ല, നാണ് കാണത്തില്ല, എന്തിന് തന്തയും തള്ളയും പോലും കാണത്തില്ല. കാരണം നല്ല കുടുംബത്തിൽ ജനിച്ചു വരുന്നവർ ഇമ്മാതിരി കമന്റ് ഇടത്തില്ല. ഇതിന്റെ വേറൊരു വേർഷൻ ഉണ്ടല്ലോ, ഈ ലിങ്ക്. ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് എന്റെ ഫോണിൽ ലിങ്ക് വന്നു. അക്ഷരാർത്ഥത്തിൽ കേരളക്കാരെ ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു വാർത്തയെ കാണാൻ ഈ ലിങ്കിൽ ഞെക്കാൻ. വെളിവുള്ള ആരെങ്കിലും ആ ലിങ്കിൽ ഞെക്കുവോ? ഞാൻ ഞെക്കി. തുറന്നു നോക്കിയപ്പം സ്വന്തമായി ദാഹിച്ചപ്പോ സ്വന്തം വാട്ടർ ബോട്ടിലിന്റെ അടപ്പൂരി സ്വന്തമായി വെള്ളം കുടിക്കുന്ന പിഷാരടിച്ചേട്ടൻ. ഞങ്ങൾക്കൊക്കെ പിന്നെ ദാഹിക്കുമ്പോ ഉടനെ ഫോൺ കറക്കി ഷാറുഖ് ഖാനെ വിളിക്കും. പുള്ളി അവിടെ നന്നായി തന്നെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് വീട്ടിൽ വന്ന് ഒരു കയ്യിൽ കൊടുത്ത് പൈപ്പിന്റെ മൂട്ടപ്പോൾ ഒരു വടം വെള്ളം എടുത്ത് അടുപ്പിന്റെ മുമ്പിൽ കൊണ്ടുവച്ച് കരിങ്ങാലിട്ട് തിളപ്പിച്ച് 2 ഗ്ലാസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആറ്റി എനിക്ക് വെള്ളം തന്ന ദാഹം മാറിയിട്ട് ഹായ് ഗംഗ അടുത്ത തവണ വിളിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി പോകുന്നത്. ഇതിന്റെ വേറൊരെണ്ണം ഉണ്ട് ചേച്ചി. ഒരു നടി വന്നിറങ്ങിയപ്പോ എഴുതിയേക്കുവാ 4 ചക്രമുള്ള കാറിൽ വന്നിറങ്ങിയ നടിയെ മനസ്സിലായോ? ഞാൻ ഈ സ്റ്റാൻഡപ്പ് ഒക്കെ ചെയ്യുന്നത് 4 ചക്രമുള്ള ഒരു കാർ എടുക്കാൻ വേണ്ടിയാ. എന്റെ അച്ഛൻ 1.25 ചക്രവും എന്റെ അനിയന് 2.5 ചക്രമുള്ള കാറാ.
ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ 4 ചക്രമുള്ള ഒരു കാറ് ചിലപ്പോൾ എനിക്കായിരിക്കും. സത്യം പറഞ്ഞാൽ ചന്ദനത്തിരിയുടെ മണം നമ്മൾ കേട്ടാൽ പോലും നാട്ടുകാർ പറയും കഞ്ചാവാന്ന്. ആരോടും മിണ്ടാതിരുന്നാ പറയും സൈക്കോയാന്ന്. ഇനി ഓവറായിട്ട് മിണ്ടിയാ പറയും നിങ്ങൾ അവരുടെ കഥകൾ കേൾക്കണം, അഴുക്ക ചെറുക്കാൻ തന്തേക്കാ മോശം. പണ്ടൊക്കെ റോഡിലൊക്കെ വെച്ചിട്ട് ഏതെങ്കിലും ബോയ്സിനോട് സംസാരിക്കുമ്പോഴായിരുന്നു പ്രശ്നം. ഇപ്പൊ ഗേൾസിനോടും സംസാരിക്കാൻ പറ്റത്തില്ല. ക്ലാസ്സിന് പോയപ്പോ ഏതോ ഒരു പെങ്കൊച്ചോട് ഞാൻ റോഡിൽ നിന്ന് സംസാരിച്ചാ, ഞാൻ വീടെത്തുന്നതിന് മുമ്പ് എന്റെ വീട്ടിൽ വിവരം വന്നു, രാധികയുടെ മോൾ ആളത്ര വിടുപ്പല്ല. എന്നുവെച്ചും നിങ്ങൾ പേടിക്കണ്ട, ഞാൻ അത്ര കാര്യമൊന്നുമല്ല. വൈദപോയ തട്ടവിട്ട കുട്ടിയുടെ പേരെന്താണ്? എന്താണ് ഈ മംഗളവേദിയിൽ വെച്ച് ഞാൻ ഒരു കാര്യം അനൗൺസ് ചെയ്യണം. നമ്മൾ ഒരുമിച്ച് നിന്ന് ഒരുപാട് ഗുണമുണ്ട്. പല ഷോയിലും നമുക്ക് കണ്ടസ്റ്റൻസ് ആയിട്ട് വരെ പോകാൻ പറ്റും. ഒരു ഫ്രിഡ്ജ് എടുക്കാം, മീനും വെക്കാം, ജ്യൂസും കുടിക്കാം. തൽപര കക്ഷിയല്ലെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ മൂഡ് പോയി കേട്ടോ. ഇനി ബാക്കി എന്തെങ്കിലും ഉണ്ട് അടുത്ത സ്റ്റാൻഡപ്പിൽ പറയാം. നന്ദി. കാണുന്ന പോലല്ല, കലക്കി. താങ്ക് യു. രമേശ് ചേട്ടാ, ഗംഗേ, ഈ നമ്മള് പണ്ടുള്ള ഒരു വാശിയാൽ നാശം വരും എന്നൊക്കെ പറയുന്ന ചില പഴഞ്ചൊല്ലുകളൊക്കെ ഉണ്ട്. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ആരോഗ്യകരമായ വാശി എന്നൊന്നുണ്ട്. ഒരു വാശി വരിക, അത് വളരെ ആരോഗ്യകരമായിട്ട് ഞാൻ ചെയ്യണം തോന്നുക എന്നൊക്കെ പറഞ്ഞു. അപ്പം ഈ വാശിയായിട്ട് എടുത്ത് അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് അവതരിപ്പിക്കാൻ ഗംഗയ്ക്ക് പറ്റി. ഗംഗ വളരെ ഗംഗയുടെ ശൈലിയും ഗംഗയുടെ ഉദാഹരണങ്ങളും ഗംഗയുടെ പ്രയോഗങ്ങളും ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, വളരെ നമുക്ക് പരിചയമായ സ്ഥലങ്ങളിൽ നിന്ന് കോമഡി എടുത്തുകൊണ്ട് വരിക, അത് പ്രസന്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഒരു അനായാസമായി ചെയ്യുന്നു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. നമ്മൾ ഓർക്കുന്നതും ഓർത്ത ശേഷം പറയുന്നതും ഓരോ വിറ്റ് കൊണ്ട് എത്തിച്ചത് ശേഷം അതിന്റെ ഒരു തൃപ്തിയും ഒക്കെ നമ്മുടെ മുഖത്ത് വരാതിരിക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഒരു കാര്യം ചെയ്യുന്നതിനകത്ത്. അതെല്ലാം ഗംഗ വളരെ വിജയകരമായിട്ട് ചെയ്തു. എല്ലാ വിറ്റുകളും ഒക്കെ അത്യാവശ്യം നല്ലതായിരുന്നു. രാധിക എന്നാണോ ശരിക്കും അമ്മയുടെ പേര്? അമ്മ എന്തോ ചെയ്യുന്നു? അമ്മ ഒരു ഡ്രാമ ആർട്ടിസ്റ്റ് ആണ്. ലക്ഷ്മി എൽ നായർ എന്നാണ് അമ്മയുടെ ഫുൾ നെയിം. ഓ, ഡ്രാമ കാണാൻ പോയിട്ടുണ്ടോ അമ്മയുടെ കൂടെ? പോയിട്ട് കുറെ പോയിട്ടുണ്ട്. അമ്മ പ്രൊഫഷണൽ ഡ്രാമയാണോ ചെയ്യുന്നത്? സാധാരണ പ്രൊഫഷണൽ ഡ്രാമ. പ്രൊഫഷണൽ ആയിട്ട് ഡ്രാമ ഉത്സവപ്പറമ്പിൽ ചെയ്തിട്ട് പോയിട്ടുണ്ടോ കാണാൻ? പോയിട്ടുണ്ട്. ആണാ? അവിടെ പാവിരിച്ച് കിടപ്പിലാണ് ജോലി. ആഹാ, അത് എന്ത് കേൾക്കുന്ന രസമല്ലേ? സ്ഥലം എവിടെയാ? കൊല്ലം. കൊല്ലം. അടിപൊളി, ഗംഭീരമായിട്ടോ. അപ്പൊ അമ്മയോടൊക്കെ അന്വേഷണം പറയാ. ഞങ്ങളൊക്കെ സ്റ്റേജില് പരിപാടികൾ അവതരിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഇതേപോലെ സ്റ്റേജിന്റെ ബാക്കി പാവിരിച്ച് കിടന്നിട്ടുള്ളവരാണ്. എത്രയോ നാടക ട്രൂപ്പുകൾ ഞങ്ങളുടെ പരിപാടിക്ക് ശേഷം മുമ്പുമായിട്ട് പരിപാടി ചെയ്തിട്ടുള്ളവരാണ്. അപ്പൊ എല്ലാ നാടകക്കാർക്കും അഭിനന്ദനങ്ങൾ. പ്രത്യേകിച്ച് അമ്മയെ അന്വേഷിച്ചു എന്ന് പറയാ കേട്ടോ. പ്രചോദേട്ടാ, എനിക്ക് ഒറ്റ കാര്യം പറയുള്ളൂ, ഗംഗ ഇങ്ങനെ ഇവിടെ നിന്ന് എങ്ങും പോവാൻ എന്ത് രസമായിരുന്നു. ഗംഗ എന്താ അറിയോ, ഭയങ്കര നാച്ചുറാലിറ്റിയാണ് ഗംഗ പറയുന്നത്. കാര്യം ഇത് ഷെയർ ചെയ്ത് പറഞ്ഞു എല്ലാവരോടും. ഇപ്പം അവിടെ രണ്ടുപേരോട് പറഞ്ഞു, പിന്നെ നമ്മൾ കണക്ട് ചെയ്തു, പിന്നെ അവിടെ കണക്ട് ചെയ്തു. പിന്നെ ഇതിനൊരു വലിയ പ്രയാസം ബുദ്ധിമുട്ടൊന്നും ഗംഗയിൽ കണ്ടില്ല എന്നുള്ളതാണ്. വളരെ പുഷ്പം പോലെ ഒരു സ്റ്റോറി പറഞ്ഞു. എല്ലാം കണക്ഷൻ രസമായിരുന്നു കേട്ടോ. ഒന്നിനൊന്ന് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ ഇപ്പോഴത്തെ കുറെ സറ്ററായിട്ടുള്ള വിഷയങ്ങളുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു ഗംഗ, സൂപ്പർ. താങ്ക് യു സർ. ബേബി സാർ, അല്ലായിരുന്നു, ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. നല്ല ഫ്ലോയിൽ അങ്ങോട്ട് പോയി. ഒന്നും ഒരു സ്ഥലത്ത് പോലും ഒരു സ്റ്റോപ്പില്ലാതെ പോയി. അമ്മ ഏത് ട്രൂപ്പിലാണ് കളിക്കണത്? അല്ല, ഇപ്പൊ അമ്മ പോകുന്നില്ല. സിസ്റ്ററിന്റെ കല്യാണം കഴിഞ്ഞ് ഇപ്പൊ ചേച്ചിയുടെ കണക്കായി സിസ്റ്റർ. അപ്പൊ നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. താങ്ക് യു. ആരി ചേച്ചി, അടിപൊളി. ഗംഗാനദി ഒഴുകുന്ന പോലെ ഒരു ഒഴുക്കിൽ അങ്ങനെ ഒഴുകി 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 എന്ത് രസമായിരുന്നു കേൾക്കാൻ. താങ്ക് യു ചേച്ചി. തന്നെത്താനെ കഴുകിക്കോളാന്ന് പറഞ്ഞിട്ട് പകുതി ഞാനാ കഴുകിയത്. അത് പിന്നെ അങ്ങനെയല്ലേ നമ്മള് കാര്യങ്ങൾ. എന്റെ പൊന്നു മോളെ, ഇതിന് മാത്രം കാക്കയ്ക്ക് ആരായി കുടുംബത്തെ തീറ്റ കൊടുക്കണം? സാറേ, ഹെലികോപ്റ്റർ ഒക്കെ കഴുകിയിട്ട് ആ കൂട്ടത്തിൽ നമ്മുടെ ഒരു കാറും കഴുകിയിട്ടുണ്ട്. അതിന്റെ 250 രൂപ കൊടുക്കണം പുള്ളി പറയണം. എയർ ബാലൻസ് എന്തായി? വണ്ടിയൊക്കെ കഴുകി നമ്മുടെ യാത്ര ആരംഭിക്കാനുള്ള ഒരു സെറ്റപ്പാണ് നമുക്ക്. ഒരു സ്കൂട്ടറോടെ ഉണ്ടായിരുന്നു, അതും കൂടി ഒന്ന് കഴിയാറുണ്ട്. അതെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ഹെലികോപ്റ്ററിൽ കയറുന്നത്. അപ്പോ നിങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ എനിക്ക് തരാനുണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയം വേണമെങ്കിൽ എന്നോട് ചോദിക്കുകയും ചെയ്യും. നിർദ്ദേശം പഠിക്കണം എന്തായാലും. ദയവായിരുന്നു എനിക്കൊരു സംശയമുണ്ട്. ചോദിച്ചോളൂ. നമ്മൾ ഈ ഇതിനകത്ത് കേറി ഇരിക്കുമ്പോ തന്നെ മറ്റേ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് തൊപ്പിയൊക്കെ വെച്ച് ചേച്ചിമാര് ജ്യൂസും അണ്ടിപ്പരിപ്പൊക്കെ ആയിട്ട് വരുമോ? എയർ ഹോസ്റ്റസ്. ആ ഹെയർ ഹോസ്പിറ്റലായിട്ട് ഞാൻ വരാം. അമ്മച്ചി, നമ്മുടെ ഈ ഹെലികോപ്റ്ററിനകത്ത് എയർ ഹോസ്റ്റസ് ഇല്ല. നമ്മുടെ വീടിന്റെ മുറ്റത്ത് നീ സാധനം ഇങ്ങനെ പൊന്തി ഇങ്ങനെ നിന്ന നേരെയാണ് പോവും. നേരെയാണ് പോണ സമയത്ത് പിന്നെ എനിക്ക് ഓടിക്കണ പണിയൊന്നുമില്ല. ഞാൻ നേരെ നിങ്ങൾ ഇരിക്കുന്ന കസേരയിൽ വന്നിട്ട് അത്യാവശ്യത്തിന് കാപ്പിട്ട് തരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം എടുത്തു തരാനോ മറ്റേത് അങ്ങനെ ഓടിക്കോളും. അത് തന്നെ ഓടിക്കോളും.
വെറുതെ അല്ല ഈ സാധനം തലയും കുത്തി താഴത്തേക്ക് വന്നു. നല്ല വായലതാട്ടോ. അപ്പൊ ഇത് തുടങ്ങാൻ നേരത്തെ ആരാ ഈ നിർദ്ദേശങ്ങളൊക്കെ തന്നെ സാറ് തരുമോ? അത് അതൊക്കെ ഞാൻ തന്നെ തരും. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യമായിട്ടാണല്ലോ എന്റെ കന്യായാത്ര. അപ്പോ സാധാരണ നിങ്ങൾ വണ്ടി കയറുമ്പോ യാത്രിയും പുച്ഛം ചെയ്തിയെ ഗാഡി നമ്പർ റെയിൽവേ സ്റ്റേഷനല്ലേ ഇത്? അല്ല, അത് തീവണ്ടി. ആ തീവണ്ടി പോലത്തെ ഒരു വണ്ടിയല്ല ഇത്. ഇതിലങ്ങനെ അനൗൺസ്മെന്റോ കാര്യങ്ങളോ വേറെ ഒന്നും ഉണ്ടാവില്ല. കേറാതിരിക്കാ, പറക്ക, ഇറക്കാം. ഇതാണ് അതിന്റെ സംഭവം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ. വേറെ ഒരു സംശയം ചോദിക്കാനുണ്ട്. നമ്മളിങ്ങനെ അവിടെ നിന്ന് കയറി ഇങ്ങനെ പറന്നു ഇങ്ങനെ മേളിൽ കൂടി പോയി ഇങ്ങനെ നിൽക്കുമ്പോ അതിന്റെ ഇന്ധനം തീർന്നു എന്ന് ചിന്തിക്കുക. അപ്പൊ എന്ത് പറ്റും? നമ്മൾ അതോടെ തീർന്നു എന്ന് ചിന്തിച്ചാൽ മതി. നല്ലത് ചിന്തിക്കാൻ പഠിക്കാതെ തന്നെ, അല്ലാതെ വെറുതെ റെഡിയാ. അത് ഇടയ്ക്കിടയ്ക്ക് റെഡിയാ. വണ്ടി ഓടുന്ന സമയത്ത് ഉണ്ടാവില്ല അത്. പിന്നെ 1500ഓളം അടി ഹൈറ്റിൽ നമുക്കൊരു ഹെലികോപ്റ്റർ പറത്താൻ സാധിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഈ 1500 അടി മുകളിൽ വെച്ചൊരു ഹെലികോപ്റ്റർ പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ ആണെങ്കിൽ നമ്മൾ ഓപ്ഷൻ എടുക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ എല്ലാ യാത്രക്കാരും സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടും പൊട്ടിത്തെറിച്ചാൽ നമ്മൾ സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം. പൊട്ടിത്തെറിക്കണേ എന്തായാലും പൊട്ടിത്തെറിക്കുമല്ലോ. സീറ്റ് ബെൽറ്റ് ഓടി തെറിച്ചു പോകരുതല്ലോ, ഇരിക്കണമല്ലോ. പോണ വഴിക്ക് പറക്കിയെടുക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. പിന്നെ ഇതിന്റെ അടിയിൽ ഒരു പാരഷൂട്ട് ഉണ്ടാവും. ആ പാരഷൂട്ട് നമ്മൾ എല്ലാവരും എടുത്ത് അതിൽ തൂങ്ങി എവിടെയെങ്കിലും പോയി ലാൻഡ് ചെയ്യാം. പാരഷൂട്ടാർന്ന ആ സീറ്റിന്റെ അടിയിൽ ആ വണ്ടി കഴിയാൻ നേരത്തെ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായി. ഞാനത് നെല്ലുണക്കാൻ നേരത്ത് കാക്ക വരാതിരിക്കാൻ വേണ്ടി കുത്തി വെച്ചു. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് കയറുന്നോണ്ടും ഞാൻ സ്ഥിരമായി കയറുന്നോണ്ടും ഞാൻ പറയുകയാണ്, എന്തെങ്കിലും അപകടം മുകളിൽ വച്ച് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയാൽ ഞാൻ നിങ്ങൾക്കൊരു സൂചന തരും. അതുപോലെ ചെയ്യും. എന്തൊക്കെ കാണിക്കേ? അങ്ങനെ നിങ്ങളോട് ചെയ്യാനല്ല പറഞ്ഞേ. അയ്യോ. പിന്നെ വേറൊരു കാര്യം കൂടി. ഒരു ഹെലികോപ്റ്ററിൽ ശരാശരി 6 പേർക്ക് മാത്രമേ കയറാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഞങ്ങൾ 6 നിങ്ങൾ 6 പേരുള്ളൂ അല്ലേ? അപ്പൊ ഞാൻ ആരെ ഓടിക്കുന്നത്? അല്ല, ഞാൻ ഇവിടെ വന്നത് നിങ്ങൾ വണ്ടി കഴുകാൻ വേണ്ടി വന്നതാ. നീലേ പറഞ്ഞ നേരത്തെ ഓടിക്കേണ്ട ആവശ്യമില്ല, സ്റ്റാർട്ട് ചെയ്താൽ തന്നെ പൊക്കോളും. അല്ല, ഒരാൾ പേരിന് അവിടെ ഇരിക്കട്ടെ. ഹെലികോപ്റ്റർ എന്തോന്നും നീ തൂങ്ങിക്കിടന്നോളാം. കാര്യം ചെയ്യും. നിങ്ങൾ ആ കാര്യത്തിൽ ഒരു തീരുമാനത്ത് എനിക്ക് ഹെലികോപ്റ്ററിൽ 2-3 പണികളും കൂടി ഉണ്ട്. തുണിയാ തൊപ്പി വേണ്ടേ? തൊപ്പി ഇരിക്കട്ടെ. അതായത് നമ്പർ പ്ലേറ്റ് ആരും ഒഴിവാകും. ഇതിനകത്ത് ഒരാളെ ആക്കണം. അല്ല ഞാൻ എനിക്ക് പറക്കണം. ഞാനില്ലാതെ ആര്യമേടത്തിന് ഒരു പണിയാ നമുക്ക്. ഒരു കാര്യം ചെയ്യും. നിങ്ങൾ ആരാ ഒഴിവാകുന്നുള്ള തീരുമാനം നമുക്ക് ഒരു ഒരു സ്റ്റാൻഡപ്പ് കണ്ടിട്ട് വരാം. ശരി, അപ്പൊ നമുക്കങ്ങ് മാറാം. ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് ഞാനാണല്ലോ എന്റെ പൈസ മാനേജർ പോട്ടെ, മാനേജർ വേണം. ഇവരുടെ തർക്കം അങ്ങനെ തന്നെ നിൽക്കട്ടെ. നമുക്കൊരു പെർഫോമൻസ് കാണാം. മൈ ജെ ഫ്യൂച്ചർ ഫൺ ബേബി ഫണ്ണിൽ അടുത്തതായി പെർഫോം ചെയ്യാൻ എത്തുന്നു മുകേഷ് ഓയമ്പാർ. ഇതെന്താ കയ്യില് ഞങ്ങൾക്കുള്ള നമുക്ക് എന്തോ കൊണ്ടുവന്നിട്ടുണ്ടോ? എന്താണ് ചെറിയൊരു സഞ്ചി കയ്യില്? അല്ല, സാധാരണ ഇവിടുന്ന് അങ്ങോട്ടാണല്ലോ മത്സരം കഴിയുമ്പോ തരാറ്. അതെ, ഞാനൊരു തറവാട്ടിൽ പറഞ്ഞ ഒരാളായതുകൊണ്ട് ഇങ്ങോട്ട് കുറച്ച് സാധനം കൊണ്ടു. തറവാട്ടി പിറന്നാൾ എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത്? അത് പറയാം. മധുരം പറ്റുമല്ലോ അല്ലേ? പിന്നെന്താ, മദർ ഇല്ലാണ്ട് എന്ത് ലൈഫ്? പ്രജോട്ടന് പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. പ്രശ്നമില്ല. രമേശേട്ടന്? ഇല്ല. സാറിന്? ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ആർക്കും പ്രശ്നം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല. ശരി, ഇത് ആര്യ മാഡത്തിനുള്ളതാണ്. എനിക്ക് മാത്രം? അതെന്താ ചേച്ചിക്ക് സ്പെഷ്യല്? പിന്നെ ഒരു സ്പെഷ്യലല്ലേ? ഒരു ഗർഭിണിയില്ല. നീ സിംഹം പോലെയല്ല ഗർ 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 3 പ്രാവശ്യം പറഞ്ഞിട്ട്. ഒരു ഗർഭിണിയില്ല വീട്ടിലേക്ക് വരുമ്പോ പാലിക്കണ്ട കുറച്ച് മര്യാദകളില്ലേ? എനിക്ക് പിന്നെ ഇത് ഇഷ്ടം പോലെ ചെയ്ത് പരിചയമുണ്ട്. കാരണം എനിക്ക് 3 ഭാര്യ ഒരു മോനും ഉള്ളതാണ്. അല്ല, സോറി, ഒന്ന് കട്ട് ചെയ്യണേ. ഇതെന്റെ 4ാമത്തെ ഭാര്യ അറിയും. മാഡം, സാറേ, നിങ്ങൾ രണ്ടാളും കേൾക്കണം. ഇത് ആപ്പിളാണ്. അതങ്ങനെ ആപ്പിളൊന്നും അല്ല പ്രജോട്ടത്. ഇത് ഐസക് ന്യൂട്ടന്റെ തലയിൽ വീണ ആപ്പിളില്ലേ, ആ പാരമ്പര്യത്തിൽപ്പെട്ട ആപ്പിളാണ്. അത് ശരി. ബേബി സാറിന്റെ ഭാര്യക്കാകുമ്പോ അങ്ങനെ കൊടുക്കാൻ പറ്റൂല്ലോ. ബേബി സാറിന്റെ തല വീണ ഒറ്റ ആപ്പിളാണ് ആര്യ.
അല്ല അമൃതേ എന്തോ ആ ആപ്പിള് മേടിച്ചിട്ട് ആയിരിക്കും കൊണ്ട് കൊടുത്ത് അവൻ ചെയ്തോളും. ഞാൻ കൊടുത്തേക്കാം. ആ അല്ല ഒരു മിനിറ്റ്, ഇത് ഉണങ്ങിയ ആപ്പിളാണ്. ഇതെങ്ങനെ കഴിക്കാന്? ഞാൻ നേരത്തെ പറഞ്ഞല്ലേ AD 1687 ആപ്പിൾ ഐസക് ന്യൂട്ടന്റെ കാലത്തുള്ളത്. അത് പിന്നെ ഉണങ്ങിയല്ലിരിക്കും. സത്യം സത്യം. നമുക്ക് പെർഫോമൻസിലോട്ട് പോയാലോ? ഏതായിരുന്നു വർഷം? AD 1687. അവിടുന്ന് 100 കൊല്ലം പഴക്കമുണ്ട് ഈ വിറ്റിന്. സൂപ്പർ സൂപ്പർ. ആപ്പിൾ അവിടെ നിൽക്കട്ടെ, തട്ടിക്കോട്ടോ, ഒന്നും നോക്കണ്ട, ഗംഭീരാക്കിക്കോ. ചേട്ടാ എന്തൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചാല് എന്റെ മനസ്സിൽ ഒരു പോസിറ്റീവ് ചിന്ത ഇങ്ങനെ ഫോക്കസ് ചെയ്ത് നിർത്തിക്കഴിഞ്ഞാല് ഉടൻ തന്നെ മനസ്സ് മാറിയിട്ട് ഏതെങ്കിലും വൃത്തികെട്ട വാരികയുടെ സെന്റർ പേജിലേക്ക് പോകും. അത് ഞാൻ ഒരു രോഗമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഡോക്ടർക്ക് പോയിട്ടാകുമ്പോ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ, വാസ്തവത്തില് ഇത് ഒരു രോഗം തന്നെയാണ് മുകേഷേ, ഇതിന് ഒറ്റ ചികിത്സയില്ലു, കല്യാണം. അങ്ങനെ എന്റെ കല്യാണ ചിന്ത ഇങ്ങനെ നൂറിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പാടത്ത് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോയി. അന്നേരം തെക്കേലെ നാരായണൻ ഞാൻ ബാറ്റ് ചെയ്യുന്ന സമയത്ത് അടിച്ച് ഫിറ്റായിട്ട് കോണ്ടെറ്റി വള്ളി ട്രൗസർ ഇട്ടിട്ട് ആടി വന്നിട്ട് ആ ബോളും എടുത്തിട്ട് എന്നോട് ഒറ്റ മാസ് ഡയലോഗാണ്, ദിസ് ഇസ് എ റാങ്, അൺഫോർച്ചുനേറ്റ്ലി റാങ് എന്ന് പറഞ്ഞിട്ട് ഓന്റെ കൈമിലെ ബോൾ 2500 കിലോമീറ്റർ സ്പീഡിൽ വേഗത്തിൽ എന്റെ നേരെ ഒരറ്റേറ്, അത് നേരെ വന്നുകൊണ്ട് എന്റെ സ്വന്തം മിഡിൽ സ്റ്റംപിൽ. എന്റെ പൊന്നു ബേബി സാറേ, നമ്മൾ ആധുനിക വൈദ്യശാസ്ത്രം ഇത്രയധികം വളർന്നിട്ടും മനുഷ്യ ശരീരത്തിൽ സ്റ്റീലിട്ട് ശരിയാക്കാൻ പറ്റാത്ത ഒരുപാട് അവയവങ്ങൾ ഉണ്ടെന്ന് അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, സ്റ്റെമ്പ് പോയ അണ്ണാനെ പോലെ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്തുണ്ടല്ലോ, ആണ് എന്റെ കല്യാണത്തിന് ആദ്യമായിട്ട് പത്രാളി സുമേഷ് വീട്ടിലേക്ക് വരുന്നത്. പത്രാളി സുമേഷ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കേരള പോലീസ് 5 ലക്ഷം റുപ്യ തലക്ക് വിലയിട്ട മഹാ കൊടും ക്രൂര വില്ലത്ത്. അല്ല, നേരെ മറിച്ചിട്ട് സുമേഷിന്റെ തലക്കകത്തുനിന്ന് ആമസോൺ ഗാർഡിലേക്ക് പറന്നുപോയ ഒരു പറ്റൻ കിളികള റിട്ടേൺ സുമേഷിന്റെ തലയിലേക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഡോക്ടർ കുൽക്കർണിക്ക് കൊടുത്ത ഡോക്ടർ ഫീസാണ് 5 ലക്ഷം റുപ്യ. അങ്ങനെ സുമേഷ് വന്നിരുന്നിട്ട് ആ സമയത്ത് ഞാൻ സ്നേഹത്തോട് കൂടിയിട്ട് സുമേഷിന് ചിക്കൻ ബിരിയാണി വിളമ്പി കൊടുത്തു. അപ്പൊ ഓർ എന്നോട് പറഞ്ഞ ഡയലോഗ് എന്തെന്നറിയാം, എന്റെ ആശയം മറ്റുള്ള ജീവികളുടെ ശരീരം ദഹിപ്പിക്കാനുള്ള ശ്മശാനമല്ല, ബർണാഡ് ഷാ കീ ജയ് എന്നും പറഞ്ഞിട്ട് ബിരിയാണിക്കകത്തിലെ ചിക്കന്റെ ലെഗ് പീസ് എടുത്തിട്ട് ഏറ് നേരെ പോയിക്കൊണ്ടത് ഉമ്മറത്ത് ചാരുകസേലയിരുന്നിട്ട് ആസ്വദിച്ചിട്ട് സാധു വീടി വലിച്ചോണ്ടിരുന്ന ഒരു സാധുവായ മുത്തശ്ശന്റെ മുഖത്ത് ഈ ഏറുകൊണ്ട ശക്തിക്ക് മുത്തശ്ശൻ സാധു വീടിയും സെറ്റ് വല്ലും കൂടി ഒരുമിച്ച് തൊണ്ടേ കയറി ലോക്കായിട്ട് ഒരുമാതിരി വൈബ്രേഷനിലിട്ട മൊബൈലിൽ കോള് വരുമ്പോ പടക്കുന്ന മാതിരി പടക്കാൻ തുടങ്ങി. ഞാൻ ഓടി പാഞ്ഞു പോയിട്ടുണ്ടല്ലോ മുത്തച്ഛനെ രക്ഷിക്കാൻ വേണ്ടി പോയിട്ടാകുമ്പോ റെഡ് കളറുള്ള ഡിസ്പ്ലേയിൽ തെളിഞ്ഞ വാർണിംഗ് മെസ്സേജ് എന്തെന്നല്ലോ, ദിസ് സിസ്റ്റം ഈസ് അബ്നോർമൽ, പ്ലീസ് റിമൂവ് യുവർ ഓൾ ഡാറ്റ. അപ്പൊ തന്നെ ഈ ഓരോരു കാലം എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, അദ്ദേഹം നല്ലൊരു മനുഷ്യനായതുകൊണ്ട് സ്പോട്ടിൽ തന്നെ മുത്തശ്ശന്റെ ജീവൻ ഡൗൺലോഡ് ചെയ്തെടുത്തു. അതിനുശേഷം കുറച്ചു കാലം കഴിഞ്ഞിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു. ഈ മുത്തശ്ശൻ പുകയിൽ ലയിച്ചതിന് ശേഷമാണത്രേ പുകവലി മനുഷ്യന്മാർക്ക് ആരോഗ്യത്തിന് ഹാനികരമാകാൻ വേണ്ടി തുടങ്ങിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ എല്ലാ കൊല്ലവും മുത്തശ്ശന്റെ ഓർമ്മ ദിവസം നമ്മളെല്ലാരും കുടുംബത്തിൽ ഒത്തുകൂടിയിട്ട് മുത്തശ്ശന് ഇഷ്ടപ്പെട്ട ആഹാര സാധനങ്ങളെല്ലാം റെഡിയാക്കിയിട്ട് പ്രാർത്ഥിക്കും. പിറ്റേ ദിവസം മുത്തശ്ശൻ വന്നിനൊന്ന് നമ്മ അങ്ങനെ ടെസ്റ്റ് ചെയ്യല്, ഒരു 4 സിറിഞ്ചെടുക്കും, എന്നിട്ട് അതിൽ സൂചി ഫിറ്റ് ചെയ്തിട്ട് അന്തരീക്ഷത്തിലേക്ക് നോക്കിയിട്ട് വലിച്ചിട്ട് അതിൽ എയർ നിറച്ചിട്ട് ആ എയർ കൊണ്ടുപോയിട്ട് ലാബിൽ ടെസ്റ്റ് ചെയ്യും. അതിൽ പോയിസന്റെ അളവുണ്ടെങ്കിൽ മുത്തശ്ശൻ ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് എന്റെ ഒരു നിഗമനം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ മുത്തശ്ശൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാ കൊല്ലവും വരും മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കാൻ അമ്മള മഴ പെയ്യുന്ന മാതിരി ഇങ്ങനെ. ഈ മുത്തശ്ശന്റെ സഞ്ചയനത്തിന്റെ പോസ്റ്റ് 1.5 കിലോമീറ്റർ ഫേസ്ബുക്കിൽ എഴുതിയിട്ട് സാഡായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ വലിയ റീച്ചൊന്നും ഉണ്ടായിട്ടില്ല, ഒരു ലൈക്കും ഒരു ഷെയറും. പക്ഷെ എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ, എന്റെ ഭാര്യ കാലിന്റെ കുഴിനകത്തിന് ക്യൂടെക്സ് ഇടുന്ന ഫോട്ടോ
വിത്ത് കാൽപാദത്തോട് കൂടിയിട്ട് എടുത്തിട്ട് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. എന്റെ പ്രജോട്ടാ, ഒരുമാതിരി ടിപ്പർ ലോറി മണ്ണിറക്കുന്ന മാതിരി ജനങ്ങളുണ്ട്. ഫേസ്ബുക്കിൽ കമന്റും ഉണ്ട്, നിറച്ചു കളഞ്ഞു. ഹാപ്പി കുഴിനകാശംസകൾ ചേച്ചി, ഇനിയും ഒരുപാട് കുഴിനകങ്ങൾ ഉണ്ടാകട്ടെ. അതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഹിന്ദിക്കാരൻ കിഷ്കിന്ദ ചന്ദ് ഇട്ട കമന്റ് ഭയങ്കര ഹിറ്റായി പോയി. എന്നറിയാ കമന്റ്? സുന്ദർ കുഴിനഗ് ചെന്നൈയിൽ നിന്ന് വേലുപ്പാണ്ടിയൻ ഇട്ട കമന്റ് എന്നറിയാം. അക്കാ ഉഗ കുഴിനഗർ സൂപ്പറാ ഇருக்கு, ബട്ട് ക്യൂടെക്സ് പോടാതുങ്കോ ലിങ്ക് അണപ്പുങ്കോ. ഇപ്പോഴും വേലുപ്പാണ്ടാൻ ഞാൻ ചെന്നൈയിൽ ഈ കുഴിനകത്തിന്റെ ലിങ്കും കാത്ത് കിടക്കുകയാണ്. ഇത് കണ്ടിട്ട് ഒരു ഓൺലൈൻ ചാനല് എന്റെ ഭാര്യക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്തു. അതിന് കൊടുത്ത ക്യാപ്ഷൻ എന്നറിയാം? കുഴിനകത്തിലൂടെ ലോകം അറിഞ്ഞ കലാകാരി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഇന്നും മനസ്സിലാവാത്ത കാര്യം, ഈ കുഴിനകവും കലയും തമ്മിൽ എന്ത്? താങ്ക് യു. മുകേഷ് ചേട്ടാ, നല്ല കുറെ സിറ്റുവേഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നല്ലൊരു സ്കിറ്റായിട്ട് എനിക്ക് തോന്നി. രമേശ് ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ കിടന്ന് ഭയങ്കര ചിരിയായിരുന്നല്ലോ. ഞാന് മുകേഷ് അടുത്ത കാലത്ത് ഒരു സ്റ്റാൻഡപ്പ് കണ്ടിട്ട് ഇത്രയും ചിരിച്ചിട്ടില്ല. ഇതിനകത്ത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, നമ്മള് ഇതിന്റെ സ്ക്രിപ്റ്റ് ആരാന്ന് ചോദിക്കുന്നതിന് മാത്രം ഒരു പ്രസക്തി ഇല്ല. കാരണം ഇതൊരു പേപ്പറിലേക്ക് എഴുതിയിട്ട് വായിച്ചോളം പറഞ്ഞാൽ ഞങ്ങൾ ആരും ഇത് വായിച്ച് ഇത്രയും ചിരിച്ചോളണം എന്നുള്ള ഒരു നിർബന്ധവുമില്ല. കാരണം ഇത് മുകേഷ് കൊണ്ടുവന്ന് വിളമ്പുന്നതിനകത്ത് കിഷ്കിന്ദ ചന്ദ്, ചില പ്രത്യേക തരം പേരുകള്, ഇടയ്ക്കിടയ്ക്ക് ചില ഇംഗ്ലീഷ് ചേർക്കലുകള്, ചില ഫിനിഷിങ്ങുകള്, തുടക്കങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ മുകേഷ് ഉണ്ടാക്കുന്ന ഒരു അടുക്കും ചിട്ടയുണ്ടല്ലോ. ആ ചിട്ടയുണ്ടോ എന്ന് എനിക്കറിയില്ല. മുകേഷ് ഉണ്ടാക്കുന്ന ഒരു അടുക്കുണ്ട് ഇതിന്. അത് നല്ല രസമാണ്. അത്രയും പൊട്ടി ചിരിച്ചു പോയ കുറേ സംഭവങ്ങൾ, ഈ കുഴിനകത്തിന്റെ ഫോട്ടോ ഇട്ടതും അത് ഇതൊക്കെ നമ്മളൊക്കെ അത് പറഞ്ഞെത്തിക്കാൻ പറ്റത്തില്ല. ഇങ്ങനത്തെ അത് മുകേഷിന്റെ ഒരു ശൈലി കൊണ്ട് ഈ ഒരു നർമ്മം നമ്മൾ വെറുതെ ഷൂട്ടില്ലാതെ അവിടെ നിൽക്കുമ്പോൾ ഇവൻ അടുത്ത് വന്നിട്ട് യവശേട്ടാ ചായ കുടിച്ചാ എന്ന് ചോദിച്ചാൽ തന്നെ നമുക്ക് ഒരു ചിരി വരും. ചായ കുടിച്ചോ എന്ന് ചോദിച്ചാൽ പോലും അങ്ങനത്തെ ഒരു ശൈലി മുകേഷിനുണ്ട്. ഐസക് ന്യൂട്ടനും ബെർണാഡ് ഷായും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഇടുന്ന കുറച്ച് സാധനങ്ങൾ മുകേഷ് പെരുകി കയറ്റും. മുകേഷിന് കുറച്ച് അങ്ങനത്തെ അങ്ങനത്തെ ഒരു ഏരിയയിൽ മുകേഷിന് കുറച്ച് അറിവുകൾ ഉണ്ട്. മുകേഷ് ആ ഏരിയയിൽ കുറച്ച് അറിവുള്ള ആളാണ്. അവിടെ നിന്നും കൂടെ കുറച്ച് പെറുക്കി എടുക്കുന്നുണ്ട്. എല്ലാം ഗംഭീരമായി, സൂപ്പറായി കേട്ടോ, സൂപ്പറായി. താങ്ക് യു. അടിപൊളിയായിരുന്നു കേട്ടോ. അന്നത്തെ കാര്യം ഫസ്റ്റ് കൗണ്ടർ തന്നെ നമ്മൾ ചിരി തുടങ്ങിയെന്നുള്ള ആ പോസിറ്റീവ് തിങ്കിങ് വന്ന സെൻട്രൽ പേജ് സിനിമ സെൻട്രൽ കാര്യം അല്ലേ, ആ സെൻട്രൽ പേജ് തൊട്ട് നമ്മൾ തുടങ്ങിയതാണ്. പിന്നെ ഇതിന്റെ ഓരോ കണക്ഷൻ ഭയങ്കര രസമായിരുന്നു. ഈ ഒന്നാമത്തെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ മുകേഷിന്റെ ഫേസ് ഇച്ചിരി ഒരു ഗൗരവമാണ് അല്ലേ. ഒന്നാമത്തെ കട്ടി മീശയും ഈ ഭാരമുള്ള മീശ വെച്ച് ഇത്രയും കോമഡി പറയാന്ന് പറഞ്ഞാൽ വളരെ റിസ്ക് ഉള്ളൊരു കാര്യമാണ്. ഭയങ്കര രസമായിട്ട് കണക്ട് ചെയ്ത് പോയി മുകേഷ്. അടിപൊളിയായിരുന്നു. നന്നായിട്ട് നമ്മൾ ചിരിച്ചു, നന്നായിട്ട് എൻജോയ് ചെയ്തു. മുകേഷേ അടിപൊളിയായിരുന്നു. എന്റെ ആപ്പിൾ ഒഴിച്ചിട്ട് ബാക്കി എല്ലാം ഞാനും അത് പറയാൻ വന്നേ. ഉണക്ക ആപ്പിൾ തന്നപ്പോ ഞാൻ ഒന്ന് പേടിച്ചു, പക്ഷെ ഇല്ല, അടിപൊളി. നല്ല രസമുണ്ടായിരുന്നു. അമൃത എന്തോ സാർ, അതെ, നിങ്ങളിപ്പോ 6 പേരിൽ 5 പേര് ആരാണ് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായി. ആരാണ് തീരുമാനമായല്ലേ? നമ്മളിങ്ങനെ അല്ല, പെട്ടെന്ന് തീരുമാനം എടുക്കണം കാര്യം വേണം. കാരണം നമുക്ക് എയർപോർട്ടിൽ നിന്ന് ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റ് മെസ്സേജ് വന്നിരിക്കുന്നു, അല്ല 1/2 മണിക്കൂറിൽ നമ്മൾ പറക്കണം. സാറേ തീരുമാനം നമ്മളെടുത്ത് മാനേജരെ ഒഴിവാക്കാന്ന് വിചാരിക്കും. എനിക്കിത് കിട്ടണം. അല്ല, പ്രത്യേകിച്ച് ഒരു പണിയില്ലാത്ത ഒരാള് പുള്ളിയാണ്. പുള്ളി മറിയിക്കട്ടെ, ഞങ്ങള് ബാക്കി എല്ലാവരും. ഓക്കെ. അപ്പൊ നിങ്ങൾ 5 പേരും. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞു തന്നേക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഹെലികോപ്റ്റർ കയറുന്നത്. എന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ പറപ്പിക്കും. പറപ്പിക്കാൻ ആ നേരത്തെ അതിനകത്ത് കിടന്നു അയ്യോ പതുക്കെ പോ യന്ത്രം ഞാൻ ക്രാങ്ങൾ കയറിയിട്ട് പതുക്കെ പോ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ നിൽക്കരുത്. അപ്പോ നമ്മുടെ കന്യായാത്രയാണ്. പിന്നെ നിങ്ങള് ഒരു ചെറിയ ഹെൽപ്പ് എനിക്ക് ചെയ്തിട്ടുണ്ട്. ഇയർ ബാലൻസിന്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടല്ലോ. അപ്പൊ എന്നെ നിങ്ങളൊന്ന് പിടിച്ച് ആ ഹെലികോപ്റ്ററിൽ കയറ്റി ഓടിക്കണ സീറ്റിലൊന്ന് കയറ്റിയിരുത്തണം. എന്നിട്ട് അതിൽ ബെൽറ്റ് ഉണ്ടാവും. അത് നല്ലോണം അരയും മേലും കഴുത്തൊക്കെ ഒന്ന് മുറുക്കി നല്ലോണം എന്നിട്ട് സ്വിച്ചിലേക്ക് ഒന്ന് കൈയൊന്ന് എത്തിച്ച് തരണം. പിന്നെ ഞാൻ പറപ്പിക്കും. പിന്നെ പറയായിരിക്കുള്ളൂ. അല്ല, ഞാനിപ്പോഴാ ഒരു കാര്യം ആലോചിച്ച ഈ ബെൽറ്റ് ഇടണമെന്ന് പറഞ്ഞില്ലേ, ബെൽറ്റ് ഇടാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. എന്റെ വയറിലെത്തില്ല, പോകാൻ പറ്റില്ല. അല്ല, എനിക്കും പറ്റത്തില്ല. എനിക്ക് ഇവിടെ വേറെ കുറെ പരിപാടികളുണ്ടേ. അറിയാം ആര്യമേടെ ലീപ്പിന് എനിക്ക് പോകാൻ പറ്റില്ലല്ലോ. അവസാനം ഞാൻ പുള്ളിനെ കൊണ്ടുപോയിക്കോ.
അല്ല അവസാനം ഞാൻ തന്നെ പോണം. അതെ, ഞാൻ നല്ല ഒരു ഐഡിയ പറയാം. അമ്മച്ചി പാവം, അമ്മച്ചി ഇനി എത്ര അമ്മച്ചിക്ക് ഇനി ഹെലികോപ്റ്ററിൽ പോകാനൊന്നും പറ്റത്തില്ല എന്റെ പൊന്ന് ബേബിച്ച. ഈ പോക്ക് അമ്മച്ചി മാനേജറും കൂടെ അങ്ങ് പോട്ടെ. എടി ഒരു കാര്യം പറയട്ടെ. ഈ പ്രായമായ അമ്മമാരെ ഉണ്ടല്ലോ, അമ്പലത്തിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുന്ന മരുമക്കളെ കണ്ടിട്ടുണ്ട്. സ്വന്തമായിട്ട് ഹെലികോപ്റ്റർ മേടിച്ച് അതിനകത്ത് കയറ്റി ഉപേക്ഷിക്കണമല്ലോ ആദ്യമായിട്ട് കാണാം. എന്റെ പൊന്നുമോനെ നീ ഓടിക്കണ വണ്ടിയില് ഞാൻ ഇന്നല്ല എന്റെ വീട്ടിലെ പൂച്ച പോലെ കയറും. അപ്പൊ നിങ്ങൾ 6 പേരുമില്ല. ഹെലികോപ്റ്റർ കയറാൻ ആരും അല്ല വേണമെങ്കിൽ അവരെ വിളിച്ചോ. പ്രചോദനം സാർ നമസ്കാരം. ഭാഗ്യമായി നിങ്ങളുടെ മുമ്പിൽ എത്തിച്ച ഒരു നിമിഷം വന്നേക്കാണ്. പറക്കൽ പറഞ്ഞാലോ നമുക്ക്. ആദ്യത്തെ പറക്കല് എന്നെ സെലിബ്രിറ്റി പൊളിക്കും. നമുക്ക് അതിനു മുമ്പേ നമ്മൾ ഇവിടെ ഇപ്പം വേറെ 2 പിള്ളേര് പെർഫോമൻസ് ചെയ്തായിരുന്നല്ലോ. അതിലൊരാൾക്ക് സമ്മാനം കൊടുക്കാനുണ്ട്. അത് കിട്ടുന്ന ആളെയും കൂടെ നമ്മുടെ കൂട്ടത്തിൽ കൊണ്ടുപോവാണെങ്കിൽ ഓഫർ അല്ലേ? മതി, ആരെങ്കിലും ഒരാൾ വേണം. സ്റ്റാൻഡപ്പ് ചെയ്യുന്ന ഒരാളെ ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്ന ഒരു ടെലിവിഷൻ പരിപാടി ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ ജയിക്കുന്ന ആൾക്ക് ഹെലികോപ്റ്റർ യാത്ര സൗജന്യം. ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ആരാന്ന് അറിയാലോ ചേച്ചി ആദ്യമായിട്ട്. അപ്പൊ അതിൽ 2 പേരെ നമുക്ക് ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്താലോ? പിഷാരടി ചേട്ടൻ ആൻഡ് പ്രചോദേട്ടൻ പ്ലീസ്. രമേശ് ചേട്ടാ, അടുത്ത സെഗ്മെന്റ് മൈ ഡി ഫ്യൂച്ചർ മൈ സ്പെഷ്യൽ സ്റ്റോറിയാണ്. ഇത് ഞാൻ കേട്ട് പരിചയിച്ച ഒരു കഥയാണ്. അനുഭവ പരിചയമുള്ള കഥയെന്നല്ല, നമ്മൾ കേട്ടിട്ടുള്ള ഒരു കഥയാണ്. ഒരു കച്ചവടക്കാരൻ, അയാൾക്കൊരു കഴുതയുണ്ടായിരുന്നു. ഈ കഴുതയും കച്ചവടക്കാരനും കൂടെ ഇങ്ങനെ ഒരു മാർക്കറ്റിലൂടെ പോകുമ്പോൾ അയാൾ ചന്തയിലൂടെ സന്ധിക്ക് പോകുന്ന വഴിക്ക് കഴുത പെട്ടെന്ന് ഒരു കുഴിയിൽ വീണു. ഒരു 7-8 അടി താഴ്ചയുള്ള ഒരു കുഴിയാണ്. ഈ കുഴിയിലേക്ക് കഴുത വീണു. അപ്പോൾ കുറെ നേരം അയാൾ ഒറ്റയ്ക്ക് പല രീതിയിൽ ശ്രമിച്ചു. അതിനെ പുറത്തെടുക്കാനായിട്ട് എന്തെങ്കിലും വഴികളുണ്ടോ എന്ന് ശ്രമിച്ചു. പക്ഷെ ഒരു രീതിയിലും ഉയർത്താൻ പറ്റുന്നില്ല, എടുക്കാൻ പറ്റുന്നില്ല. ഇനി എന്ത് ചെയ്യും? ആ കഴുത അവിടെ കിടന്ന് വേദന സഹിച്ച് അല്ലെങ്കിൽ ഭക്ഷണം കിട്ടാതെയൊക്കെ ആയി പോകുന്നുള്ളൊരു തോന്നല്. മാത്രമല്ല അതല്പം പണിയെടുത്ത് വയ്യാതായിരിക്കുന്ന ഒരു കഴുത കൂടിയാണ്. ഇനി എന്ത് ചെയ്യാന്ന് ആലോചിച്ച് ഈ കച്ചവടക്കാരൻ തീരുമാനിച്ചു, നമുക്ക് ഉള്ള കുഴി മണ്ണിട്ടങ്ങ് മൂടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനെപ്പറ്റി ആരോടും സമാധാനം പറയണ്ടല്ലോ. കഴുത കുഴിയിലാണ്. അങ്ങനെ ഇയാള് കുഴിയിലേക്ക് നോക്കാതെ തന്നെ, ഇയാൾക്ക് ഈ കഴുത ഇങ്ങനെ മണ്ണ് വീണ് അല്ലെങ്കിൽ മൂടുന്നത് കാണാൻ മനസ്സില്ലാത്തത് കൊണ്ട് കുഴിയിലേക്ക് നോക്കാതെ തന്നെ കൈ കിട്ടിയ ഒരു ചെറിയ തൂമ്പ് കൊണ്ട് മണ്ണ് വാരി കുഴിയിലേക്ക് ഇടാൻ തുടങ്ങി. കുറെ നേരം ഇട്ട് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇയാൾക്ക് കാണാൻ കഴിഞ്ഞൊരു കാര്യം, കഴുത ഏകദേശം മുകളിൽ എത്തിക്കഴിഞ്ഞു. ഒരു ചാട്ടം കൂടെ ചാടിയാൽ ഈ കഴുതയ്ക്ക് പോകാൻ പറ്റും. സംഭവിച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഓരോ കൈക്കോട്ട് മണ്ണ് ഇതിന്റെ പുറത്തു വന്ന് വീഴുമ്പോഴും കഴുത അത് കുടഞ്ഞു കളയും. ശരീരത്തിൽ നിന്ന് ആ മണ്ണ് താഴെ വീഴും. വീണ്ടും മണ്ണ് വന്ന് അതിന്റെ മുതുകത്ത് വീഴും. വീണ്ടും ആ കഴുത അത് കുടഞ്ഞു കളയും. അങ്ങനെ നിരന്തരമായി ഇത് ചെയ്യുക വഴി കുഴിയിൽ മണ്ണ് പതുക്കെ നിറഞ്ഞു വന്നു. കഴുത മുകളിലെത്തി. ഈ ഒരു ചെറിയ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, പലപ്പോഴും നമ്മുടെ കരിയറിൽ അല്ലെങ്കിൽ കലയിലൊക്കെ പ്രവർത്തിക്കാൻ ഇറങ്ങിപ്പുറപ്പെടുന്നവരോ അല്ലാത്തവരോ ഇതുപോലെയുള്ള ചില വീഴ്ചകൾ നമ്മളുടെ കരിയറിൽ പറ്റുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളവരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ പലതരത്തിൽ നമ്മളെ ചെളിവാരി എറിയും അല്ലെങ്കിൽ നമ്മളെ പരിഹസിക്കും. അതെല്ലാം നമ്മൾ ശരീരത്തിലേക്കോ മനസ്സിലേക്കോ ഏറ്റുപിടിക്കാതെ കുടഞ്ഞു കളഞ്ഞുകൊണ്ടേയിരിക്കുക. പ്രോസസ് നിരന്തരം തുടർന്നുകൊണ്ടേയിരിക്കുക. അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുമ്പോഴാണ് നമ്മൾ അതിൽ നിന്ന് കരകയറുന്നത്, നമ്മൾ രക്ഷപ്പെടുന്നത്. ഇവിടെയുള്ള ഓരോ കലാകാരന്മാരും അങ്ങനെ തന്നെ. ഇപ്പം പലരും ഓരോരോ സ്റ്റാൻഡപ്പിൽ ഇവിടുത്തെ യൂട്യൂബിന്റെ കമന്റുകളെ പറ്റി പറയാറുണ്ട്. പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാറുണ്ട്. അതെല്ലാം ഇത്തരത്തിൽ നെഗറ്റീവായി വരുന്ന ഓരോ കമന്റുകൾ നമ്മുടെ പുറത്ത് വീഴുന്ന ഇത്തരത്തിലുള്ള മണ്ണുകളാണ്. അത് കുടഞ്ഞു കളയുക, മുകളിലേക്ക് കടന്നു വരിക. ഇന്നത്തെ 2 മത്സരാർത്ഥികളോട് നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. ലെറ്റ്സ് വെൽക്കം ഗംഗ ആൻഡ് മുകേഷ് ചേട്ടൻ. സമീപകാലത്ത് നമ്മൾ ചെയ്ത എപ്പിസോഡുകളിൽ ഏറ്റവും വാശിയേറിയ അല്ലെങ്കിൽ ഏറ്റവും കടുപ്പമേറിയ വിധി നിർണയം ആവശ്യമായി വന്ന ഒരു എപ്പിസോഡായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. 2 പേരും ഇഞ്ചോടിഞ്ച് പോരാടി ഗംഭീര പ്രകടനങ്ങളായിരുന്നു. 2 പേരും നമ്മളെ ചിരിപ്പിക്കാൻ ഉപയോഗിച്ച വഴികളും വളരെ വ്യത്യസ്തമായിരുന്നു. ഗംഗ കുറേ പുതിയ വിഷയങ്ങൾ വളരെ ലാഘവത്തോടുകൂടി കൃത്യമായി അവതരിപ്പിച്ചു. വളരെ പക്വമായി അവതരിപ്പിച്ചു. നല്ല സ്ക്രിപ്റ്റാണ് ഗംഗയുടേത്. മുകേഷ്, ഞാൻ പറഞ്ഞതുപോലെ മുകേഷിന്റെ ഒരു ശൈലി മുകേഷിനെ ഒരുപാട് പിന്തുണച്ചു. അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ മുകേഷ് പറഞ്ഞു. എങ്കിലും മൊത്തം 2 പേരുടെയും പ്രകടനങ്ങൾ അളന്നു തൂക്കി നോക്കുമ്പോൾ ഇവിടെയുള്ള ഓഡിയൻസും നമ്മളുമെല്ലാം കൂടുതൽ ചിരിച്ചത് ഏത് പ്രകടനം കണ്ടിട്ടാണ് എന്ന് നോക്കി ഇന്നത്തെ ഈ 2 പ്രകടനങ്ങളിൽ മികച്ച നിന്ന പ്രകടനമായി തിരഞ്ഞെടുക്കുന്നത് മുകേഷ് OMR. ഒപ്പം അടുത്തത് ഗംഗ 2ാം സ്ഥാനം. മുകേഷ് ചേട്ടന് സമ്മാനമുണ്ട്. സമ്മാനം നൽകാനായിട്ട് പ്രചോദേട്ടൻ പ്ലീസ്. രമേശ് പിഷാരടി എന്റർടൈൻമെന്റ് ആൻഡ് സൂര്യ TV നൽകുന്ന ക്യാഷ് പ്രൈസ്, മൈജി നൽകുന്ന സമ്മാനം,
ക്യാമറി ഐസ്ക്രീംസ് നൽകുന്ന സമ്മാനം. ഗംഗയ്ക്കും സമ്മാനമുണ്ട്. രമേശ് പിഷാരടി എന്റർടൈൻമെന്റ്സ് ആൻഡ് സൂര്യ TV നൽകുന്ന ക്യാഷ് പ്രൈസ്. ചിക്കിംഗ് നൽകുന്ന സമ്മാനം. സൺഫീസ് ബൗസേഴ്സ് നൽകുന്ന സമ്മാനം. അപ്പൊ സമ്മാനമൊക്കെ കൊടുത്തു കഴിഞ്ഞല്ലോ. അപ്പൊ ഇനി നമുക്ക് പറക്കാം. പിഷാരടിയും മുകേഷ് ഫസ്റ്റ് കിട്ടിയ മുകേഷും ഗംഗയും നമ്മളെല്ലാം ഉണ്ട്. പക്ഷെ ഒരു കാര്യം പറയാം, നിങ്ങളുടെ ഇയർ ബാലൻസും പരിപാടിയൊക്കെ ഞങ്ങളും കേട്ടു. എനിക്ക് അത്ര വിശ്വാസം പോരാ. നിങ്ങൾ ഒരു റൗണ്ട് ഒന്ന് തന്നെ പറത്തി അത് കൃത്യമായി ലാൻഡ് ചെയ്ത് ഞങ്ങളെ കാണിക്കും. ഷുവർ. അപ്പോൾ ഞാൻ പറത്തി കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് വിശ്വാസമാവല്ലോ. ഞാൻ പറത്തി കാണിച്ചിട്ട് ഞാൻ തിരിച്ചു വരാം. അപ്പോൾ അതുവരെ ബൗസേഴ്സ് വാവ് മൊമെന്റ്. ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് എന്റെ ഫോണിൽ ഒരു ലിങ്ക് വന്നു. അക്ഷരാർത്ഥത്തിൽ കേരളക്കാരെ ഞെട്ടി തരിക്കാൻ പോകുന്ന ഒരു വാർത്തയെ കാണാൻ ഈ ലിങ്കിൽ ഞെക്കാൻ. വെളിവുള്ള ആരെങ്കിലും ആ ലിങ്കിൽ ഞെക്കുവോ? ഞാൻ ഞെക്കി. തുറന്നു നോക്കിയപ്പം സ്വന്തമായി ദാഹിച്ചപ്പോ സ്വന്തം വാട്ടർ ബോട്ടിലിന്റെ അടപ്പൂരി സ്വന്തമായി വെള്ളം കുടിക്കുന്ന പിഷാരടിച്ചേട്ടൻ. ഞങ്ങൾക്കൊക്കെ പിന്നെ ദാഹിക്കുമ്പോ ഉടനെ ഫോൺ കറക്കി ഷാറുഖ് ഖാനെ വിളിക്കും. പുള്ളി അവിടെ നന്നായി തന്നെ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് വീട്ടിൽ വന്ന് ഒരു കയ്യിൽ കൊടുത്ത് പൈപ്പിന്റെ മൂട്ടപ്പോൾ ഒരു വടം വെള്ളം എടുത്ത് അടുപ്പിന്റെ മുമ്പിൽ കൊണ്ടുവച്ച് കരിങ്ങാലി ഇട്ട് തിളപ്പിച്ച് 2 ഗ്ലാസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആറ്റി എനിക്ക് വെള്ളം തന്ന ദാഹം മാറിയിട്ട് ഹായ് ഗംഗ അടുത്ത തവണ വിളിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി പോകുന്നത്. ഒരു ചെറിയ കയ്യബ്ദം. എന്തു പറ്റി? ഹെലികോപ്റ്റർ ഒരാളുടെ മേത്തിടിച്ചു. കാറാണോ? എടോ, റോട്ടിൽ കൂടെ പോണ വണ്ടിയോ ട്രെയിനോ മേത്തിടിച്ചു പറയാം. ഹെലികോപ്റ്റർ എങ്ങനെ ഒരാളുടെ മേത്തിടിക്കുന്നത്? ഞാൻ ഈ ഹെലികോപ്റ്റർ മുകളിലേക്ക് പറത്തി. മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോ എയറിൽ ഒരാള് നിക്കണ്. എയറിലോ? ആ, എയറിൽ നിൽക്കുന്ന ആളാരാ? ടിനി ടോം. എടോ, തനിക്ക് അങ്ങനെ ഏറിലൊരാളെ കാണാൻ നേരത്ത് വെട്ടിച്ച് മാറ്റിക്കൊണ്ടുപോകാൻ പാടില്ലേ? എന്റെ പൊന്നു ബേബി മുതലാളി, സോഷ്യൽ മീഡിയയിൽ ആൾ ഓരോരോ കാര്യങ്ങൾ ഓരോ ദിവസം പറയും. നാട്ടുകാർ അയാളെ ഏറി കൊണ്ട് നിർത്തും. ഇതിക്ക് മുമ്പ് പല പ്രാവശ്യവും ഞാൻ അയാളെ ഏറി കണ്ടിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ വെട്ടിച്ച് മാറ്റിയതാ. പക്ഷെ ഇന്ന് എനിക്കതിന് പറ്റില്ല.